നമസ്കാരം, ഞാൻ സുമാ ഗോപിനാഥ്. കൊടുങ്ങല്ലൂര് തിരുവഞ്ചിക്കുളത്താണ് വീട്. 7 ജന്മത്താലും തീരാത്ത മൂക്കറ്റം കടത്താൽ ചത്തു ജീവിച്ചതാണ് ഞാൻ. നിങ്ങളാരും എന്നോട് ക്ഷേത്രവിശ്വാസികളല്ല. ഭർത്താവിന്റെ വീടിനടുത്ത് എന്നും കുളിച്ചു തൊഴാവുന്ന ക്ഷേത്രമുണ്ടാകണം. ഇതായിരുന്നു എന്റെ വിവാഹ സ്വപ്നം. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പെണ്ണ് കാണാൻ വന്ന ഗോപിയേട്ടന്റെ വീട് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിനടുത്താണ്. 20 മിനിറ്റ് നടന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും തൊഴാം. അങ്ങനെ കല്യാണം നടന്നു. ഗോപിയേട്ടന് തയ്യൽ കടയാണ്. ഞാൻ ദിനവും തിരുവഞ്ചിക്കുളത്തപ്പനെ കുളിച്ചു തൊഴുതല്ലാതെ ജലപാനം കഴിക്കാറില്ല. ചൊവ്വയും വെള്ളിയും കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴും. മാസം തോറും തൃപ്പയാർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂർ ക്ഷേത്രത്തിലും തൊഴും. പിന്നെ തോന്നുന്ന പല ക്ഷേത്രങ്ങളിലും പോകും. എല്ലാ ക്ഷേത്രത്തിലും തോന്നുന്ന വഴിപാടുകളൊക്കെ ചെയ്യും. 2 ആൺമക്കളായി 5 സെന്റിൽ ഓടിട്ട സ്വന്തം വീട്ടിലായി താമസം. ഗോപിയേട്ടന്റെ ബാല്യകാല സുഹൃത്ത് ബോംബെയിൽ നിന്ന് വന്നു. ഞങ്ങൾക്ക് സമ്പാദ്യവുമില്ല കടവുമില്ലെന്നറിഞ്ഞ് ചേട്ടനെ ബോംബെ ട്രാവൽ ഏജൻസിയുടെ വിസ ഏജന്റാക്കി. ബോംബെ ട്രാവൽ ഏജൻസിക്ക് 1500 ഇറാൻ വിസ കിട്ടി. ഞങ്ങൾ 500 വിസ ചോദിച്ചു. 300 വിസ തന്നു. 300 പേരുടെ കാശും പാസ്പോർട്ടും ബോംബെ ഏജൻസിയിൽ ചേട്ടൻ കൊടുത്തു. ഗ്രൂപ്പ് വിസയാണ്. വിസ അടിച്ചതിന്റെ പിറ്റേന്ന് ഇറാൻ ഇറാഖ് യുദ്ധം തുടങ്ങി. വിസകൾ റദ്ദായി. ബോംബെ ട്രാവൽ ഏജൻസി പൂട്ടി. ഉടമ മുങ്ങി. വിസയുടെ കാശും പാസ്പോർട്ടും ചോദിച്ച് ദിനവും ആളുകൾ വഴക്കായി. പിന്നെ വധഭീഷണിയായി. ചേട്ടൻ ബോംബെക്ക് ഒളിവിൽ പോയി. 7 ജന്മത്താലും തീരാത്ത കടമായി. ഞാൻ കണ്ട എല്ലാ ജ്യോത്സ്യന്മാരും പ്രശ്നം വെച്ച് ശത്രുദോഷമാണ് കടത്തിന് കാരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ശത്രുദോഷ നിവാരണത്തിനായി എല്ലാ പ്രധാന ചാത്തൻ സേവാ മഠങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ചെയ്ത വഴിപാടുകൾക്ക് കയ്യും കണക്കുമില്ല. കടം വേഗം തീരാനായി എല്ലാ ക്ഷേത്ര തന്ത്രിമാരും മേൽശാന്തിമാരും ചാത്തമടക്കാരും പറഞ്ഞത് കടം വാങ്ങിച്ചായാലും വഴിപാടുകൾ ഒരിക്കലും മുടക്കാതെ ചെയ്യണമെന്നാണ്. എന്റെ സ്വർണമെല്ലാം വിറ്റ് തീർന്നു. ഒടുക്കം താലിമാലയും വിറ്റു. ജീവിക്കാനും ക്ഷേത്ര വഴിപാടുകൾക്കും വേണ്ടി ബ്ലേഡ് കടം വാങ്ങിച്ച് മൂക്കറ്റം കടം വേറെയും വന്നു. പിന്നെ ബ്ലേഡ് കടവും കിട്ടാത്ത സ്ഥിതിയായി. ആത്മഹത്യ അല്ലാതെ വഴിയില്ലാതായി. എന്നെ രക്ഷിക്കാൻ ഗുരുബാബയ്ക്കല്ലാതെ കഴിയില്ലെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അറിഞ്ഞത്. എന്റെ സങ്കടം മുഴുവൻ കേട്ട ഗുരുബാബ വീട്ടിൽ ഐശ്വര്യത്തിനും കാശിന് മുട്ടുവരാതിരിക്കാനും കടം തീരാനും തന്ന ഉപദേശം നിങ്ങളിൽ പലർക്കും ഉപകരിക്കും. അമിത കടമുള്ളവർ ഒരുവിധ ക്ഷേത്ര വഴിപാടുകളും ചെയ്യരുത്, നേരരുത്. കാശ് ചെലവുള്ള തീർത്ഥാടനം നടത്തരുത്. കടം തീരും വരെ നടന്നു പോകാവുന്ന ക്ഷേത്രത്തിൽ ദിനവും വെറും കൈയോടെ തൊഴുതു പ്രാർത്ഥിക്കണം. ദാനം ചെയ്യുകയല്ലാതെ ദാനം സ്വീകരിക്കരുത്. ക്ഷേത്രങ്ങളിലും അയ്യപ്പൻ വിളക്കിനുമടക്കം എവിടെ നിന്നും അന്നദാനം കഴിക്കരുത്. ഈ ജന്മത്തിലെ കർമ്മദോഷങ്ങൾ നേരിടാതിരിക്കാൻ വാവുകളിൽ ഉപവസിക്കണം. പൂർവികരുടെ ആത്മശാന്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി സസ്യബുക്കാകണം. മുൻജന്മ കർമ്മദോഷങ്ങൾ നേരിടാതിരിക്കാൻ ഈശ്വരഹിതം സമർപ്പിക്കണം. എനിക്ക് 7 ജന്മത്താലും തീരാത്ത കടമുള്ളത് മൂലം കടം മുഴുവൻ തീരാതെ ഈശ്വരഹിതം സമർപ്പിക്കേണ്ട. ഉപവാസമിച്ച അന്നദാനം മാത്രം സമർപ്പിച്ചാൽ മതി. ഇത്ര വലിയ കടം തീരാൻ പുനർജന്മം അഗ്നിയാഗം ചെയ്യണം. സ്വർണമടക്കം ദ്രവ്യങ്ങൾക്കെല്ലാം വലിയ ചെലവുണ്ട്. എന്നാൽ ഭക്തരിൽ നിന്ന് കാശ് വാങ്ങാതെ ആശ്രമ ഫണ്ട് ഉപയോഗിച്ച് വളരെ അപൂർവമായും പരമരഹസ്യമായുമാണ് പുനർജന്മം അഗ്നിയാഗം ചെയ്യുന്നത്. അഗ്നിയാഗത്തിനായി ചേട്ടൻ വരണം. അങ്ങനെ ചേട്ടൻ ബോംബെയിൽ നിന്ന് ആശ്രമത്തിലെത്തി. 3.5 നാൾ ജലപാനമില്ലാതെ ഉപവസിച്ചും ഉറക്കമിളച്ചുമാണ് പുനർജന്മം അഗ്നിയാഗം ഗുരുബാബ അമാവാസിക്ക് നടത്തിയത്. പിന്നെ വൈകാതെ ചേട്ടന് വിസ കിട്ടി. 6-ാം മാസം കടയുടമ ചേട്ടന് കട വിറ്റു. എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങി. കടയുടെ വില കട നടത്തി മാസം തോറും അടച്ചു തീർത്താൽ മതി. ഇതിനാൽ ഞാനും ഗൾഫിന് ചെന്നു. ഒറ്റ നാൾ ലീവാക്കാതെ കട നടത്തി. കിട്ടുന്ന കാശ് അപ്പോഴപ്പോൾ കടം വീട്ടി വന്നു. കൂട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും ഉണ്ടായി. രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ച് 18 മിനിറ്റ് ഗുരുബാബയോട് അന്ത്യശരണം പ്രാർത്ഥിക്കും. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കിടെ സ്വർണ്ണവർണ്ണ ചിത്രശലഭം പ്രത്യക്ഷപ്പെടും. അന്നെടുക്കുന്ന ലോട്ടറി ടിക്കറ്റിന് സമ്മാനം ഉറപ്പാണ്. വലിയ സമ്മാനം കിട്ടാറില്ല. 5000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ഒരുപാട് ലോട്ടറികൾ കിട്ടി. ഒരിക്കൽ ഹോണ്ട ബൈക്കാണ് ലോട്ടറി അടിച്ചത്. ഗുരുബാബയോട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വലിയ സ്വർണ്ണവർണ്ണ ചിത്രശലഭം പ്രത്യക്ഷപ്പെടും. അന്ന് ചേരുന്ന ചിട്ടി ആദ്യത്തെയും 2ാമത്തെയും നറുക്കെടുപ്പിൽ കിട്ടും. ഇങ്ങനെയും വലിയ കാശ് കിട്ടി. ഈ കാശൊക്കെ കടം വേഗം വീട്ടാൻ ഉപകരിച്ചു. അങ്ങനെ 7 ജന്മം കൊണ്ട് തീരാത്ത കടം മുഴുവൻ 12 കൊല്ലം കൊണ്ട് തീർന്നു. വീട് പുതുക്കി പണിതു. സമീപത്തായി 5 വീടുകൾ വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുത്തു. തിരുവഞ്ചിക്കുളം ക്ഷേത്രനടയിൽ നല്ലൊരു വീട് വാങ്ങിച്ച് സന്നിധിക്കായി ഗുരുബാബയ്ക്ക് സമർപ്പിച്ചു. പുഴയോരത്ത് 20 സെന്റ് ഭൂമി വാങ്ങിച്ച് ഗുരുബാബയുടെ ഡിസൈന് 2800 സ്ക്വയർ ഫീറ്റ് വീട് പണിതു. താമസം ആ വീട്ടിലാക്കി. എഞ്ചിനീയർമാരായ 2 മക്കൾക്കും ഗൾഫിൽ നല്ല ജോലിയായപ്പോൾ ഞങ്ങൾ ഗൾഫ് മതിയാക്കി. ഒരു കാര്യം വലിയ സത്യമാണ്. ഗുരുബാബയെ കൃത്യമായി ആരാധിച്ചാൽ കാശിന്റെ വിഷമം തീരും. വീട്ടിൽ സകല ഐശ്വര്യങ്ങളും നിറയും. എന്ത് അത്യാവശ്യത്തിനും കൃത്യമായ കാശ് വന്നിരിക്കും. കാശില്ലാതെ മാനം കെടേണ്ടി വരില്ല. ഇത് ഗുരുബാബ ഭക്തരുടെ പൊതുവായ അനുഭവമാണ്. ക്ഷേത്രങ്ങളാലൊന്നും കിട്ടാത്ത സാമ്പത്തിക രക്ഷ ഗുരുബാബയെ അന്ത്യശരണമടഞ്ഞാൽ കിട്ടുന്നതിന് കാരണമുണ്ട്. എന്റെ ബാല്യകാലത്ത് നാട്ടിലെ മിക്ക അമ്മൂമ്മമാരും തൃപ്പയാർ ഏകാദശിക്കും ഗുരുവായൂർ ഏകാദശിക്കും ജലപാനമില്ലാതെ ഏകാദശി നോറ്റിരുന്നു. അക്കാലത്തൊന്നും ക്ഷേത്രത്തിൽ ഏകാദശിക്ക് ഗോതമ്പ് സദ്യയില്ല. എന്നാൽ ഇപ്പോൾ തൃപ്പയാർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഏകാദശിക്ക് ഗോതമ്പ് സദ്യയുണ്ട്. സിംഹവതി ഗുഹയിൽ വെച്ച് മുരാസുരൻ കൊല്ലും മുന്നേ മഹാവിഷ്ണുവിനെ ഏകാദശി ദേവി രക്ഷിച്ച കാലം മുതൽ
മഹാവിഷ്ണു സകല ഏകാദശികളിലും മുടക്കാതെ വ്രതത്തിലാണ്. മഹാവിഷ്ണു സകല ഏകാദശികളിലും ഉപവസിക്കുമ്പോൾ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ക്ഷേത്രങ്ങളിൽ ഏകാദശിക്ക് ഗോതമ്പ് സദ്യ നൽകുന്നു. ഇത് വേദവിരുദ്ധമാണെന്ന് ഗുരുബാബ പറയുന്നത് വളരെ വലിയ സത്യമാണ്. ക്ഷേത്രങ്ങളിൽ എത്ര കാശ് ചെലവിട്ട് വഴിപാടുകൾ കഴിച്ചിട്ടും രക്ഷ കിട്ടാത്ത ഹിന്ദുക്കളെ കാശൊന്നും വാങ്ങാതെ രക്ഷിക്കുന്നത് ഗുരുബാബ മാത്രമാണ്. ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ പോലെ സകല ഏകാദശിക്കും ഗുരുബാബ ഉപവസിക്കുന്നതിനാലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സകല ഏകാദശികളിലടക്കം കൊല്ലത്തിൽ 272 നാൾ ഗുരുബാബ ജലപാനമില്ലാതെ ഉപവസിക്കുന്നുണ്ട്. മാത്രമല്ല ഗുരുബാബ ജീവിക്കുന്നത് ഭക്തരുടെ ദാനധനത്താലല്ല. പുറത്ത് പൂട്ടിയിട്ടുള്ള സഭയറയ്ക്കകത്ത് കഴിയുന്ന ഗുരുബാബ ജീവിക്കുന്നത് കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്താണ്. ഞങ്ങളുടെ വീടിന്റെ ഡിസൈന് 2 മണിക്കൂർ വേണ്ടി വന്നു. മണിക്കൂറിന് 22,200 രൂപ വെച്ച് 44,400 രൂപ ഫീസായി. ഇതിൽ 400 രൂപ ഗുരുബാബയുടെ ചെലവിന് ഭണ്ഡാരത്തിലിട്ടു. ബാക്കി 44,000 രൂപയുടെ പേരെഴുതാത്ത ചെക്ക് ഗുരുബാബ വാങ്ങിച്ചു. എന്നിട്ട് ഈ ചെക്ക് ഏതോ ദരിദ്രർക്ക് ദാനം കൊടുത്തു. ഭക്തരുപേക്ഷിച്ച കാവിമുണ്ടുകൾ വെട്ടിത്തുന്നിയ വസ്ത്രമാണ് ഗുരുബാബ ധരിക്കുന്നത്. വെറും തറയിലാണ് ഗുരുബാബ ഉറങ്ങുന്നത്. ഇതിനാൽ ഗുരുബാബയ്ക്ക് ജീവിക്കാൻ നിസ്സാര കാശു മതി. ജന്മനാ തൃപ്പയാറപ്പ ഭക്തയായ ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഗുരുവായൂരപ്പ ഭക്തയായത്. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമുള്ള ഭക്തർക്കെല്ലാം ഗുരുബാബയോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ചിത്രശലഭം പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉമിനീരിന് രസവ്യത്യാസം ഉണ്ടാകാറുണ്ട്. ചുറ്റിലും ഗന്ധവും ഉണ്ടാകാറുണ്ട്. എന്നാൽ തൃപ്രയാറപ്പനോടും ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. ഇതിനാലാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കലിയുഗത്തിലെ ഏക അവതാരമായി ഗുരുബാബയെ ഞങ്ങളെല്ലാം ആരാധിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമുള്ള ഭക്തർക്ക് ഗുരുബാബ ആശ്രമത്തിൽ വെറുതെ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം അനുഭവിച്ചറിയാൻ കഴിയാറുണ്ട്. നമ്മൾ പത്രികയിൽ എഴുതി കൊടുക്കുന്ന പ്രശ്നങ്ങൾ തീരാൻ ഗുരുബാബ ഉപദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അക്ഷരം പ്രതി ചെയ്യണം. എങ്കിൽ ഏത് തീരാ പ്രശ്നവും തീരും. എത്ര വലിയ കടവും തീരും. കാശിന്റെ വിഷമവും വിഘ്നവും തീരും. എന്ത് അത്യാവശ്യത്തിനും കാശ് വന്നു കിട്ടും. കാശില്ലാതെ മാനം കെടേണ്ടി വരില്ല. ഗുരുബാബയെ ആരാധിച്ച് സകല കടവും തീർന്ന് സകല ഐശ്വര്യങ്ങളും അനുഭവിക്കുന്ന ഭക്തർ ധാരാളമുണ്ട്. ഗുരുബാബ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അക്ഷരം പ്രതി ചെയ്തവർക്കെല്ലാം കാലം തെളിഞ്ഞിട്ടുണ്ട്. കാലദോഷം തീർന്നിട്ടുമുണ്ട്. എന്നാൽ ഗുരുബാബയെ ആരാധിച്ച് കടം തീർന്നില്ലെന്നും ഐശ്വര്യത്തിന് കഴിഞ്ഞില്ലെന്നും പറയുന്ന ഭക്തരും ധാരാളമുണ്ട്. നമ്മൾ പൂരിപ്പിച്ചു നൽകുന്ന പത്രികയിലെ വിവരങ്ങൾ വെച്ചാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഗുരുബാബ ഉപദേശം തരുന്നത്. ഗുരുബാബ ഉപദേശിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് രസിച്ചെന്ന് വരില്ല. ഗുരുബാബ പറയുന്ന കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടവ മാത്രം ചെയ്ത് ഇഷ്ടപ്പെടാത്തവ ചെയ്യാത്തവർക്ക് കാലം തെളിയാറുമില്ല. കാലദോഷം തീരാറുമില്ല. കയ്പുള്ള കഷായം കുടിക്കാതെ മധുരമുള്ള മേമ്പൊടി മാത്രം കഴിച്ചാൽ രോഗം മാറാറില്ലെന്ന് മാത്രമല്ല രോഗം വർദ്ധിക്കാറുമുണ്ട്. 1993 മുതൽ ഗുരുബാബ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇതിനാലാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾ സകല ഐശ്വര്യങ്ങളോടെയും സുഖമായി ജീവിക്കാൻ ഞാനിപ്പോൾ വല്ലാതെ ആശിക്കുന്നു. സകല ഐശ്വര്യങ്ങളോടെയും സുഖമായി ജീവിക്കാൻ വേണ്ടി ഹിന്ദുക്കൾക്ക് മാത്രമല്ല അഹിന്ദുക്കൾക്കും എന്നെ വിളിക്കാം. രാത്രി 8 മണി മുതൽ 10 മണി വരെ മാത്രം വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞതൊക്കെ ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്കൊക്കെയും വീണ്ടും എന്റെ നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.